ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നമ്മൾ ഇന്നൊരു പോപ്സിക്കിളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് പിള്ളേരെ പറ്റിക്കാൻ പറ്റിയ, അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയ ഒരു മാംഗോ പോപ്സിക്കിളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ തണുപ്പിക്കുന്ന ടൈം മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ മിൽക്ക് പൗഡറോ ഐസ്ക്രീം പൗഡറോ ഒന്നും ആവശ്യമില്ല. ആദ്യം തന്നെ മാംഗോ ഇതുപോലെ പീൽ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് നമ്മൾ ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കുമാണ് വേണ്ടത്. ഇതിനങ്ങനെ അളവൊന്നും കേട്ടോ, അവരവർ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പൊ മാംഗോ അല്ല വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് സെയിം പാറ്റേണിൽ ഇതുപോലെ ഉണ്ടാക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല പൾപ്പായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പോപ്സിക്കിളിന്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി. ഇതുപോലെ നമ്മൾ ഒഴിച്ച് അതിനുശേഷം ഒരു സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നു. പിന്നെ ഓവർനൈറ്റ് ആണ് വെച്ചത്. രാത്രി വെച്ചു, രാവിലെ ആയപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ ഇതിലാവുമ്പോൾ ഇളക്കിയെടുക്കണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ പുറമൊന്ന് നനച്ചു കൊടുത്താൽ മതി. ഇത് ഒട്ടും പൊടിയാണ്ട് തന്നെ ഇളകി വരും. ആദ്യം ഞാൻ എടുത്തപ്പോൾ പകുതി പൊട്ടിയിട്ടാണ് വന്നത്. പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്തപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ പോപ്സിക്കിളിൻ്റെ റെസിപ്പിയാണ്. അധികം സ്റ്റെപ്സ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് കമൻറ്റുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പരുവാട്ടോ. കണ്ടോ, ഇതുപോലെയായിരുന്നു ഇരുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാം. അത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ അത്ര മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അല്ലാണ്ടും കഴിക്കാം കേട്ടോ. അതൊക്കെ അവരവർ ഇഷ്ടം പോലെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.